GTA സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായൊരു ടെംപ്ലേറ്റ് അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ടോപ്പ് 3 നന്നായിട്ട് ബാറ്റ് ചെയ്യണം. നിങ്ങൾ ബാറ്റ് ചെയ്താൽ മതി. അതിനുശേഷമുള്ള ആൾക്കാർക്ക് ഒരു 2-3 പന്തുകൾ മാത്രം മതി. നിങ്ങൾ ഫസ്റ്റ് 16 ഓവർ നിങ്ങൾ എന്തായാലും 3 പേരിൽ ഒരാൾ ക്രീസിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2 പേരെങ്കിലും ക്രീസിലുണ്ടായിരിക്കണം എന്ന രീതിയിലാണ് അവരുടെ ബാറ്റിംഗ് ടെംപ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല അവരുടെ ബോളിംഗ് കൃത്യമായിട്ടും പേസും സ്പിന്നും ഒക്കെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ബോളിംഗ് നിരയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ജേസൺ ഹോൾഡർ എന്ന താരത്തിൻ്റെ സാമീപ്യമാണ്. അത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഗ്ലെൻ ഫിലിപ്സ് ആയിരുന്നു ഇവരുടെ വിദേശ പ്ലെയറായിട്ട് ടീമിലുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ 5-6 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഇദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് നമ്മുടെ ജേസൺ ഹോൾഡറെ ടീമിലേക്ക് എടുക്കുന്നു. അതിനുശേഷം അവരുടെ വിജയങ്ങൾ തന്നെ തുടരുന്നൊരു കാഴ്ചയാണ്. കാരണം ജേസൺ ഹോൾഡർ ബാറ്റ് ചെയ്യാൻ അറിയുന്ന, കൃത്യമായിട്ട് 4 ഓവർ പന്തെറിയാൻ അറിയുന്ന ഒരു മികച്ച ഫീൽഡറായിട്ടുള്ള ഒരു താരം, ഒരു 3D പ്ലെയറാണ്. എനിക്കൊന്ന് ഹോൾഡർ കഴിഞ്ഞ മുൻ സീസണുകളിലൊക്കെ നന്നായിട്ട് വിമർശനം ഏറ്റുവാങ്ങിയൊരു താരമാണ്. പെർഫോമൻസ് അത്ര പോരാ, ബോളിങ്ങിന്റെ പേരിലൊക്കെ വിമർശനം. പക്ഷേ ഇക്കഴിഞ്ഞ വർഷം 2025 ഏറ്റവും കൂടുതൽ ലോകത്ത് ആകമാനമുള്ള T20 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ജേസൺ ഹോൾഡറാണ്. 94 വിക്കറ്റുകൾ കഴിഞ്ഞ വർഷം മാത്രം പല T20 ലീഗുകളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു 3D ഇമ്പാക്റ്റ് കൃത്യമായിട്ടും ഗുജറാത്തിന് അനുഗ്രഹമായി മാറുന്ന കാഴ്ചയാണ്. ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം സിറാജിന്റെ സ്വിങ്, ഈ IPL ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ എറിഞ്ഞത് മുഹമ്മദ് സിറാജാണ്. സിറാജിന്റെ ഒരു ക്വാളിറ്റി പറയട്ടെ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു സഞ്ജുവിനെ പുറത്താക്കാൻ റെഡ് സോയിലിൽ സഞ്ജുവിനെ പുറത്താക്കാൻ എളുപ്പമാണ്. അതിന് അദ്ദേഹം നടത്തിയ സ്റ്റഡി പറയുന്നുണ്ട്. ഓഫ് സ്റ്റമ്പിന് പുറത്ത് വരുന്ന പന്തുകളെ, ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് പോകുന്ന സ്വിങ് ചെയ്യുന്ന പന്തുകൾ തുടക്കത്തിൽ നേരിടുന്നതിൽ സഞ്ജുവിന് പിഴവുണ്ട്. അതുകൊണ്ട് അത്തരമൊരു പന്തെറിഞ്ഞാണ് താൻ വീഴ്ത്തിയതെന്ന് സിറാജ് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം കൃത്യമായിട്ട് കളിയെ പഠിക്കുകയും സാഹചര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നൊരു താരമാണ് എന്നുള്ളത് ഗുണകരമാണ്. തീർച്ചയായിട്ടും ഈ മനുഷ്യനെയാണ് നമ്മൾ ലോകകപ്പിലും അതിനൊപ്പം തന്നെ മറ്റ് കഴിഞ്ഞ വർഷം തീരെ ഉപയോഗിക്കാത്തത് എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു.